അവരൊരിക്കലും അനീഷിന് കപ്പ് കൊടുക്കാനായിട്ട് പോകുന്നില്ല. കാരണം 7ന്റെ പണി കഴിഞ്ഞ് ഇനി 8ന്റെ പണിയായിട്ട് വരാന്. ദൈവത്തെ ഓർത്ത് വരല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള ഒരു വിനുവിനെയും കേറ്റി ഇനി നമ്മളെ മണ്ടന്മാരാക്കാനായിട്ട് സമ്മതിക്കരുതെന്നാ ഹായ് ഫ്രണ്ട്സ്, PR ഇല്ലായിരുന്നു എങ്കിൽ അനുമോള് വെറും വട്ടപൂജ്യമായിരുന്നു എന്ന് പറയുന്ന ഒരു വളരെ ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് PR വിനുവിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും അനുമോളും PR വിനുവും തമ്മിലൊക്കെ അടിയുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. PR വിനു പറഞ്ഞത് വിനുവിന്റെ ഈ PR ഇല്ലായിരുന്നുവെങ്കിൽ 50 ദിവസം പോലും അനുമോള് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുക ഇല്ലായിരുന്നു എന്നാണ് PR വിനു പറയുന്നത്. നാണം കെട്ട് സത്യം പറഞ്ഞ അനുമോളെ ഇറങ്ങിപ്പോയേനെ എന്നാണ് സത്യം പറഞ്ഞ PR വിനു പറയുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, സംഭവം ശരിയല്ലേ? എന്തൊരു ലോ ക്വാളിറ്റി പ്ലെയർ ആയിരുന്നു അനുമോള്. സത്യം പറഞ്ഞ ജനങ്ങളെ സത്യം പറഞ്ഞ കുറെ സ്റ്റാറ്റസുകളും സംഭവങ്ങളും റീൽസുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അവിടെ കുറെ ആളുകളെ കൊണ്ട് വോട്ടും ചെയ്യിപ്പിച്ച് ഒരു സഹതാപ തരംഗമൊക്കെ പിടിച്ചു പറ്റി അനുമോളി മൂലയ്ക്ക് വരുന്ന കരയുന്ന അത് ഹൈലൈറ്റ് ചെയ്ത് എടുത്തു കാട്ടുന്ന കുറെ സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്ന പാവപ്പെട്ട ജനങ്ങളിലേക്ക്. അപ്പൊ ഇങ്ങനെ പറ്റിച്ച് തന്നെയാണ് അനുമോളെ 100 ദിവസം അവിടെ നിർത്തിച്ചത്. സത്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞ PR വിനു ഇല്ലായിരുന്നുവെങ്കിൽ 50 ദിവസം പോലും അനുമോള് തേക്കുമെന്ന് എനിക്ക് തോന്നാറില്ല. അതുപോലെ ലോ ക്വാളിറ്റി. അന്ന് ആര്യന്റെയും ജിസലിന്റെയും ഇഷ്യൂ ഉണ്ടായ സമയത്ത് അതുപോലെ വെറും പണിയായിരുന്നു ചെയ്തത് സത്യം പറഞ്ഞ അനുമോള്. ആ തറപ്പണി ചെയ്തപ്പോൾ ഞാൻ 100% ഞാൻ വിചാരിച്ചാണ് പുള്ളിക്കാരി അനുമോൾ ഔട്ടാവുന്നത്. പക്ഷെ ഔട്ടായിട്ടേ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞ് ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോഴേ തന്നെ മനസ്സിലായി ഇത് PR ആണ്, ഇത് അനുമോൾക്കൊരു കപ്പ് എന്നൊരു ഷോയാണ് എന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് തൊട്ട് ഷോ സത്യം പറഞ്ഞാൽ കാണുന്നത് നിർത്തി. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ സമയവും നമ്മുടെ മനസ്സും എല്ലാം വിഷമിപ്പിച്ച് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇത് കാണുന്നത്? സത്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റും ഇതിൽ സത്യം തന്നെ നമ്മളോട് ചതി തന്നെയാണ് കാട്ടുന്നത്. അവരൊരിക്കലും അനീഷിന് കപ്പ് കൊടുക്കാനായിട്ട് പോകുന്നില്ല. കാരണം അനീഷ് ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് ഈ സൗഭാഗ്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കാനായിട്ട് ഏഷ്യാനെറ്റ് പറ്റും? അതൊരു റീസൺ അല്ലേ എന്ന് തലയ്ക്ക് നിങ്ങൾക്ക് മൂളയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതാണ് തോന്നിയിട്ടുള്ളത്. അനീഷിന് അവർ കപ്പ് കൊടുക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ കുറെ പമ്പര വിഡ്ഢികൾ. നിങ്ങൾ ഇതിനു മുമ്പുള്ള സീസണുകളൊക്കെ നോക്കിക്കോ, ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോ എന്ത് തോന്നിയാസം ചെയ്താലും അവർക്കേ അവർ കൊടുക്കത്തുള്ളൂ. അതിപ്പോ എങ്ങനെയൊക്കെയാണ് വോട്ടിംഗ് ഒക്കെ ചിലപ്പോൾ അനുമോൾക്ക് കാണുന്നുണ്ടാവും. പക്ഷെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതൊക്കെ അവരുണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് അനീഷിന് കിട്ടാൻ പോകുന്നില്ലായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലായിരുന്നു. അഖിൽമാരൊക്കെ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അവർക്കറിയാം എന്താ അവിടെ നടക്കുന്നതെന്ന് തന്നെ. അത് തന്നെ കാര്യം. എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. വെറുതെ എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഫിനാലയിൽ ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 7ന്റെ പണി കഴിഞ്ഞ് ഇനി 8ന്റെ പണിയായിട്ട് വരാന്. ദൈവത്തെ ഓർത്ത് വരല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ സമയവും മനസ്സും അധ്വാനവും വെറുതെ നശിപ്പിക്കാനായിട്ട് എൻ്റെ പൊന്നു ലാലേട്ട, ദൈവത്തെ ഓർത്ത് വരല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് നിങ്ങൾ? എന്താണെങ്കിൽ ദൈവത്തെ ഓർത്ത് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പാവപ്പെട്ട ജനങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന അവൻ്റെ വിലപ്പെട്ട ഒരു മണിക്കൂർ സമയമാണ് ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് അത് ഇപ്പോൾ ഒരു 100 ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയമാണ് സ്പെൻഡ് ചെയ്യണത്. ആ സമയത്ത് നമ്മളിത് കണ്ടും സപ്പോർട്ടും ചെയ്തിട്ട് അവസാനം നമ്മളെ പമ്പര ആക്കുവാനാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഷോയെ? അഥവാ ഇനി ഈ ബിഗ് ബോസ് വരികയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ബിഗ് ബോസ് വരുമ്പോൾ PR ഉണ്ട് എന്നറിഞ്ഞ സ്പോട്ട് എവിക്ഷൻ ഒരു വീക്കെൻഡും ഇല്ല. അത് PR പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഫാൻ ബേസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വന്നതാണെങ്കിൽ ഓക്കെ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞ അഭിമാനം തോന്നുകയാണ്. സത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. സത്യം പറഞ്ഞ ബിഗ് ബോസ് ഇത്ര ഹിറ്റാകാൻ കാരണം നമ്മുടെ ഡോക്ടർ തന്നെയാണ്. അപ്പൊ പുള്ളിയൊക്കെ എത്ര സൂപ്പറായിരുന്നു. അപ്പോൾ ഇനിയൊരു ബിഗ് ബോസ് വരികയാണെങ്കിൽ ഈ PR പേയ്മെന്റ് കൊടുത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്പോട്ട് എവിക്ഷൻ കൊടുത്തിരിക്കണം. ഫാൻ പേജുകൾ ഉണ്ടായി വന്നോട്ടെ, അത് അവരുടെ കഴിവ് കൊണ്ടും അവരുടെ ഗെയിം കൊണ്ടും ഉണ്ടായി വരുന്നതാണ്, അതുണ്ടായിക്കോട്ടെ. പക്ഷെ
പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്പോട്ട് എവിക്ഷൻ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ 100% വോട്ടിന്റെ ബലത്തിലായിരിക്കരുത്, ഒരു 50% വോട്ടും ബാക്കി ഗെയിമിന്റെ പോയിന്റുകളും, അങ്ങനെ ഒരു റേഷ്യോയും കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും പൂർണ്ണമായ വോട്ടിന്റെ ബലത്തിൽ പോകരുത്. ഇതുപോലുള്ള ഒരു വിനുവിനെയും കയറ്റി ഇനി നമ്മളെ മണ്ടന്മാരാക്കാനായിട്ട് സമ്മതിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ടേക്ക് കെയർ. ബൈ ബൈ.